നമസ്കാരം. പതിരും കതിരും. അട്ടപ്പാടിയിലെ അരിവാൾ രോഗവും പാർട്ടി ചിഹ്നമായ അരിവാളും തമ്മിൽ ബന്ധമൊന്നുമില്ല. എങ്കിലും സാഹിത്യകാരനായ സഞ്ജയൻ പറഞ്ഞ ഒരു ഫലിതം ഓർത്തുപോകുന്നു. കരടിപ്പനി, തലവെട്ടിപ്പിരാന്ത്, കൂകിയാർപ്പൻ, ബാധയിളക്കം എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്നതും പ്ലേഗ്, ഇൻഫ്ലുവൻസ, ടൈഫോയിഡ് തുടങ്ങി പേര് പറയേണ്ടതില്ലാത്ത മറ്റു ചില വ്യാധികൾ എന്നിവ പോലെ പടിഞ്ഞാറ് നിന്നും കടൽ കടന്നെത്തിയ മഹാവ്യാധിയാണത്രേ കമ്മ്യൂണിസം. സഞ്ജയൻ പറഞ്ഞത് ഫലിതമാണെങ്കിലും കാര്യത്തോടടുത്തപ്പോഴാണ് നമ്മുടെ നാട്ടുകാർക്കും സംഗതി ബോധ്യമായി തുടങ്ങിയത്. കമ്മ്യൂണിസം എന്ന കൂകിയാർപ്പൻ ബാധിച്ച് 19 എണ്ണമാണ് ഇവിടെ ഏറ്റവും ഒടുവിൽ നിലംപരിശായത്. കമിഴ്ന്നു കിടന്നും മലർന്നു കിടന്നുമൊക്കെ പാർട്ടി പരാജയ കാരണങ്ങൾ തപ്പിയെടുക്കുകയാണ്. എത്ര തപ്പിയിട്ടും സംഗതി പിടികിട്ടുന്ന മട്ടല്ല. കേരളം നമ്പർ 1 ആക്കിയിട്ടും ഈ ജനത്തിന് ഇതെന്തു പറ്റി? നന്ദിയില്ലാത്ത വർഗം. ഇന്നു മുതൽ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ കൂടുകയാണ്. സ്കാനിങ് മുതൽ മലമൂത്ര പരിശോധനകൾ വരെ അവിടെ നടക്കും. തോൽവിയുടെ കാരണം കേരള ഘടകം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്ന് പുറംചൊറിഞ്ഞു കാണിച്ചത്രേ സംസ്ഥാന കമ്മിറ്റി. ആഴത്തിലുള്ള ആത്മപരിശോധനയ്ക്കായി കുഴി തോണ്ടുന്ന തിരക്കിലാണ് ഇപ്പോൾ സംസ്ഥാന ഘടകം. ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി ഡൽഹിക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ചികിത്സയെല്ലാം കഴിഞ്ഞ് ഒരു വരവുണ്ട് പിണറായി അദ്ദേഹം. അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ വിജയനെ ആയിരിക്കും. അവിടെ വിജയനെ നന്നാക്കാനുള്ള എണ്ണയും കുഴമ്പും കാച്ചുന്ന തിരക്കിലാണ് യെച്ചൂരിയും കാരാട്ടുമൊക്കെ. ഇവിടെയാകട്ടെ പരാജയം വെള്ളാപ്പള്ളിയുടെ തലയിൽ വെക്കാനുള്ള കഠിന ശ്രമത്തിലാണ് വീണ്ടും ഗോവിന്ദൻ. പല മതസാരവും ഏകമെന്ന ഗുരുദേവ ദർശനം തന്നെയാണോ വെള്ളാപ്പള്ളിയുടേത് എന്നാണ് ഗോവിന്ദന്റെ ചോദ്യം. ദേശാഭിമാനിയിലെ പ്രതിവാര കോളത്തിലാണ് ഗോവിന്ദൻ ഇങ്ങനെ ചോദിക്കുന്നത്. ദേശാഭിമാനി ഇല്ലായിരുന്നെങ്കിൽ ഈ നാടിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ഗോവിന്ദൻ മുമ്പ് ചോദിച്ചതിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായില്ലേ? ദേശാഭിമാനി ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ എവിടെ ചോദിക്കുമായിരുന്നു? ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടു എന്നൊക്കെയായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്. തോൽവിയുടെ ഭാരം MV ജയരാജൻ പോരാളി ഷാജിയുടെ പിടലിക്കും MV ഗോവിന്ദൻ വെള്ളാപ്പള്ളി ഫാമിലിയുടെ തലയിലും വെച്ച് കെട്ടി. പിണറായിക്കാണെങ്കിൽ തോൽവി ഒരു ഭാരമായി തോന്നുന്നതേയില്ല. ഇത്രയൊക്കെ ഗോവിന്ദൻ പറഞ്ഞിട്ടും വെള്ളാപ്പള്ളി മിണ്ടുന്ന ലക്ഷണമല്ലല്ലോ. 2 ദിവസം മുമ്പ് പറഞ്ഞത് എനിക്ക് പനിയാണെന്നും പനി പൊറുത്താലുടൻ ഗോവിന്ദനുള്ള മറുപടി നൽകുമെന്നുമായിരുന്നു. നടേശന്റെ പനി ജ്വരമായി മാറിയെന്നാണ് തോന്നുന്നത്. തല പൊങ്ങുന്നതേയില്ല. നടേശൻ ദേശാഭിമാനി വായിക്കുമോ എന്ന് സംശയമുള്ളതിനാൽ കണ്ടില്ലെങ്കിൽ കണ്ടോട്ടെ എന്ന മട്ടിൽ മലയാള മനോരമ ആ ലേഖനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. എന്നിട്ടും വെള്ളാപ്പള്ളി മിണ്ടുന്നില്ല. തെർമോമീറ്ററിൽ പനി ഇറങ്ങുന്ന നേരം നോക്കി പെരുവാ നിറയെ തെറിയുമായി എന്ന് കടമിനിട്ട പാടിയ മട്ടിൽ നടേശൻ വരുമെന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. സാധാരണ സ്വന്തം തോൽവിയുടെ ഭാരം CPMകാർ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും തലയിൽ ചാർത്തുന്നതായിരുന്നു പതിവ് രീതി. ഇത്തവണ എന്തോ SNDP യോഗത്തിന് കൊടുത്തു. കോഴിക്കോട് ചെന്ന പിണറായി പറഞ്ഞതാണ് ഏറ്റവും രസം. ഈ തെരഞ്ഞെടുപ്പോടെ ലീഗിൻ്റെ മുഖം വികൃതമായത്രേ. 10,000-50,000 ഒക്കെ ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരുന്ന ലീഗ് 2 ലക്ഷത്തിലേക്ക് അവരുടെ വോട്ട് വിഹിതം കൂട്ടിയിട്ടും മുഖം വികൃതമാണത്രേ. സുഹൃതമായ ഒരു മുഖം കാണണമെങ്കിൽ പിണറായി വിജയനെ നോക്കണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് CPMന് ലീഗ് ഒരു മൊഞ്ചത്തിയായിരുന്നു. അറക്കൽ ബീവിയെ കിട്ടാതായപ്പോൾ ഓളുടെ മോന്ത വികൃതമായി. അതൊക്കെ പോകട്ടെ, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന ഭാവത്തിലാണ് ഇപ്പോഴും മന്ത്രി സജി ചെറിയാനൊക്കെ നിയമസഭയിൽ പ്രസംഗിച്ച് തകർക്കുന്നത്. എന്തൊരു നീട്ടലാണ് സജി എന്ന് സ്പീക്കർ അദ്ദേഹം ചോദിച്ചതും സജി കേട്ടില്ല. മന്ത്രി പറയുന്നത് കേട്ട് ഞാൻ മടുത്തുവെന്നാണ് സ്പീക്കർ പിന്നീട് പറഞ്ഞത്. MV ജയരാജന്റെ വ്യാഖ്യാന പ്രകാരം മടുത്തു എന്നൊരു സഖാവ് പറഞ്ഞാൽ അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നാണ് അർത്ഥം. ഫിഷറീസ് വകുപ്പിൽ തുടങ്ങി തൃശ്ശൂരെ പരാജയം വരെ സജി ചെറിയാൻ പരാമർശിച്ചു. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചതൊന്നും പുള്ളിക്ക് പ്രശ്നമേ അല്ല. സാംസ്കാരിക വകുപ്പും ഫിഷറീസ് വകുപ്പും സജി ചെറിയാന്റെ പക്കൽ ഭദ്രമാണ്. സാഹിത്യവും മീനും നല്ല കോമ്പിനേഷനാണ്. ഗ്ലാസ്സിലെ കള്ളും ഷാപ്പിലെ കറിയും പോലെ. എല്ലാം പോട്ടെ, കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞെങ്കിലും ഈ പാർട്ടി ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു. K അനിൽകുമാർ ചോദിച്ചതുപോലെ ഞങ്ങളെ നന്നാക്കാനായി ഒരുപാട് പേരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്.
ഇതേ ചോദ്യമാണ് സഖാക്കളെല്ലാം ആവർത്തിച്ച് ചോദിക്കുന്നത്. അടി തീർന്നിട്ടില്ല സഖാക്കളെ, വടിയെടുക്കാൻ ജനം പോയിട്ടേ ഉള്ളൂ.